phone buzzes and often. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ, അതിരാവിലെ ഒരു ടെലിവിഷന്റെ നിശബ്ദമായ മിന്നൽപ്പിണർ, നമ്മുടെ ഫോണുകളിലെ അനന്തമായ തലക്കെട്ടുകളുടെ പ്രവാഹം, നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മത്സരിക്കുന്ന അറിയിപ്പുകളുടെ ഒരു വലിയ പ്രവാഹം എന്നിവ ഒരിക്കൽ കൂടി സങ്കൽപ്പിക്കുക. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കഷ്ടപ്പാടുകളുടെയും സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും കഥകൾ നാം നേരിടുന്നു. ഈ ചുഴലിക്കാറ്റിൽ യേശു വ്യക്തവും അടിയന്തിരവുമായ ഒരു വാക്ക് പറയുന്നു: നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. എപ്പോഴും ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവന്റെ മുന്നറിയിപ്പ് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മെ ഉണർത്താനാണ്. അവൻ നമ്മെ ജാഗ്രതയിലേക്ക് വിളിക്കുന്നു. ലോകത്തിന്റെ ആവശ്യങ്ങളോട് നാം അനുകമ്പയോടെ പ്രതികരിക്കുമ്പോഴും ദൈവത്തിൽ ഉറച്ചുനിൽക്കുന്ന ഒരു ഹൃദയ ജാഗ്രത. ഈ ജീവിതത്തിലെ ആശങ്കകൾ നമ്മുടെ ഹൃദയങ്ങളെ ഭാരപ്പെടുത്തുമെന്ന് യേശു നമ്മോട് പറയുന്നു. നമ്മുടെ ഹൃദയങ്ങൾ നിന്നിൽ വിശ്രമിക്കുന്നതുവരെ അസ്വസ്ഥമായിരിക്കും എന്ന് എഴുതിയപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ ഇത് നന്നായി മനസ്സിലാക്കി. എല്ലാ ദുരന്തങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നാം മുഴുകുമ്പോൾ നാം ചിതറിപ്പോവുകയും തളർന്നു പോകുകയും ചെയ്യും. എന്നിരുന്നാലും ലോകത്തിൽ നിന്ന് പിന്മാറാനോ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കാനോ യേശു നമ്മോട് നിർദ്ദേശിക്കുന്നില്ല. പകരം അവബോധവും വിശ്വാസവും നിലനിർത്തുന്ന ഒരു ജാഗ്രതയിലേക്ക് അവൻ നമ്മെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ കരുതലിന്റെ ലെൻസിലൂടെ ലോകത്തിന്റെ വേദനയെ കാണുന്ന ഒരു ജാഗ്രത. ഇത്തരത്തിലുള്ള ജാഗ്രത നാം വളർത്തിയെടുക്കുന്ന ഒന്നാണ്. അത് യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗങ്ങളിലൊന്ന് നമ്മുടെ ദിവസങ്ങളെ പ്രാർത്ഥനയിൽ നങ്കൂരമിടുക എന്നതാണ്. ഉദാഹരണത്തിന്, മണിക്കൂറുകളുടെ ആരാധനക്രമത്തിന്റെ പുരാതന താളം ദിവസം മുഴുവൻ നിശ്ചലതയുടെയും കീഴടങ്ങലിന്റെയും നിമിഷങ്ങൾ സ്ഥാപിക്കുന്നു. ഓരോ മണിക്കൂറും ദൈവത്താൽ കൈവശം വയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാത്രിയിൽ ഒരു ഹ്രസ്വ പരിശോധന, ദൈവസാന്നിധ്യത്തിന് ദൈവത്തിന് നന്ദി പറയൽ, നമ്മെ കേന്ദ്രത്തിൽ നിന്ന് വലിച്ചിഴച്ച നിമിഷങ്ങളെ തിരിച്ചറിയൽ എന്നിവ പോലുള്ള ലളിതമായ ആചാരങ്ങൾ പോലും ലോകത്തെ നേരിടുന്ന രീതിയെ പരിവർത്തനം ചെയ്യും. വാർത്തകൾ നിരന്തരം ശ്വാസമുട്ടുന്നതായി തോന്നിയ ഒരു യുവ അമ്മയുമായി ഞാൻ ഒരിക്കൽ സംസാരിച്ചു. ഓരോ പ്രഭാതത്തിലും അവൾ ഉണർന്നു, രാത്രി മുഴുവൻ ഓടുന്നതുപോലെ. പ്രതിസന്ധികളുടെ അനന്തമായ ഭക്ഷണം അവൾ കൂടുതൽ കഴിക്കുന്തോറും അവൾക്ക് തളർച്ച അനുഭവപ്പെട്ടു. അവൾ പരീക്ഷ പരിശീലിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിനൊപ്പം 10 മിനിറ്റ് നിശബ്ദത അവൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യം കണ്ടെത്തി. ലോകത്തെക്കുറിച്ച് ആഴത്തിൽ കരുതലുള്ളവളായി അവൾക്ക് കഴിയുമായിരുന്നു. അത് അവളെ തകർക്കാതെ. അവളുടെ ഹൃദയത്തിന് ചുറ്റും പ്രാർത്ഥനയുടെ ഒരു കാവൽ ഗോപുരം പണിയാൻ അവൾ പഠിച്ചു. ക്രിസ്ത്യാനികളെന്ന നിലയിൽ മനുഷ്യ കഷ്ടപ്പാടുകളിൽ നിന്ന് സ്വയം ഒറ്റപ്പെടാൻ നമുക്ക് കഴിയില്ല. കരുണയില്ലാത്ത വിശ്വാസം ശൂന്യമാണെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ കരുണയ്ക്ക് ജ്ഞാനം ആവശ്യമാണ്. എല്ലാ അറിയിപ്പുകളും നമ്മുടെ വൈകാരികവും ആത്മീയവുമായ ജീവിതത്തെ നിയന്ത്രിക്കാൻ യോഗ്യമല്ല. മാധ്യമങ്ങളുമായി ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുന്നത് ഉത്കണ്ഠയുടെ അഭാവമല്ല. ദൈവം നമ്മെ സ്ഥാപിച്ചിരിക്കുന്നിടത്ത് സന്നിഹിതരും ഫലപ്രദവുമായിരിക്കാനുള്ള പ്രതിബദ്ധതയാണിത്. വാർത്തകൾ നിർബന്ധത്തോടെയല്ല, ഉദ്ദേശ്യത്തോടെ വായിക്കുക. മധ്യസ്ഥതയുടെ ഒരു ചെറിയ പ്രാർത്ഥന നടത്തുക. തുടർന്ന് മാറി നിന്ന് നിങ്ങളുടെ സമൂഹത്തിൽ കാരുണ്യത്തിന്റെ മൂർത്തമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക. കാരുണ്യം സ്ക്രീനിൽ നിന്ന് യഥാർത്ഥ മനുഷ്യ ഏറ്റുമുട്ടലുകളിലേക്ക് മാറുമ്പോൾ അത് വേരൂന്നിയതും ജീവൻ നൽകുന്നതും സുസ്ഥിരവുമായി തീരുന്നു. ഇത് ഓർമ്മിക്കുക: പ്രാർത്ഥന നിഷ്ക്രിയമല്ല. ദുരിതമനുഭവിക്കുന്നവരെ നാം ഉയർത്തുമ്പോൾ, അപകടത്തിലോ നിരാശയിലോ ഉള്ളവർക്കായി നാം മധ്യസ്ഥത വഹിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. ഉപവാസം, ജപമാല, ദിവ്യകാരുണ്യ ആരാധന ഇവ നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനോട് ചേർന്നു നിർത്തുന്ന ജാഗ്രതയുടെ പ്രവൃത്തികളായി മാറുന്നു. ആരാധനയുടെ നിശബ്ദതയിൽ ഉത്കണ്ഠകൾ അവയുടെ പിടിയായിരുന്നു. ജപമാലയുടെ രഹസ്യങ്ങളിൽ നമ്മുടെ ദർശനം കൂടുതൽ വ്യക്തമാവുകയും നമ്മുടെ ദൈനംദിന പോരാട്ടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യവുമായി കൂടുതൽ ഇണങ്ങുകയും ചെയ്യുന്നു. ദിവസം മുഴുവൻ അർപ്പിക്കുന്ന ഒരു ലളിതമായ പ്രാർത്ഥന: യേശുവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ സമാധാനത്തിലേക്ക് പുനഃക്രമീകരിക്കാൻ കഴിയും. ലോകം ലളിതമാകില്ല, വെല്ലുവിളികൾ നിലനിൽക്കും. എന്നിരുന്നാലും യേശു നമുക്ക് ഒരു വാഗ്ദാനം നൽകുന്നു: ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർ തോൽക്കുകയില്ല. ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ഉറച്ചു നിൽക്കാനുള്ള കൃപ അവൻ നമുക്ക് നൽകുന്നു. എല്ലാ ആഗോള പ്രതിസന്ധികളെയും പരിഹരിക്കുക എന്നതല്ല നമ്മുടെ ദൗത്യം, മറിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പ്രവൃത്തിയിൽ കാരുണ്യം കാണിക്കുക, പ്രാർത്ഥനയിൽ വേരൂന്നിയിരിക്കുക എന്നതാണ്. ആരാധനാക്രമ വർഷത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഭയത്തിന്റെ നിരന്തരമായ ശബ്ദത്തിനല്ല, മറിച്ച് നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ സൗമ്യമായ ശബ്ദത്തിനനുസരിച്ച് ക്രമീകരിക്കാം. നിശബ്ദതയിലും വിശ്വാസത്തിലും വീക്ഷിച്ച മറിയ, സംരക്ഷകയുമായ ജോസഫ്, മുന്നിലുള്ളതെന്തും അചഞ്ചലമായ വിശ്വാസത്തോടെ നേരിടാൻ ക്രിസ്തു തന്നെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. സഹിഷ്ണുതയും ജാഗ്രതയും വഴി മനുഷ്യപുത്രൻ മഹത്വത്തിൽ വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ.